ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ അപൂർവമായ ചിലങ്ക പൂജ നടന്നു. പ്രശസ്ത നർത്തകി ഹെലൻ ആൻഡ്രൂ ചിലങ്ക പൂജ നടത്തി. ഈശ്വരന് മുന്നിൽ സമർപ്പിക്കുന്ന കലോപഹാരമാണ് ചിലങ്ക പൂജ എന്നവർ പറഞ്ഞു. എന്റെ കുട്ടികൾ 5 പേരുടെ ചിലങ്ക പൂജ കഴിഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ചിലങ്ക പൂജ എന്ന് പറഞ്ഞാൽ ഭരതനാട്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അരങ്ങേറ്റത്തെക്കാൾ, കാരണം അരങ്ങേറ്റം ഓഡിയൻസിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ചിലങ്ക പൂജ, ഫസ്റ്റ് ടൈം അവർ ചിലങ്ക കെട്ടി ദൈവത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ചിലങ്ക പൂജ. ഒത്തിരി സന്തോഷമുണ്ട്. കേരളത്തിൽ ചിലങ്ക പൂജയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ അത് ഒത്തിരി അരങ്ങേറ്റം വിട്ടാലും ചിലങ്ക പൂജ ഒരു കുട്ടികളും വിടാറില്ല. ശിവരാത്രി സന്ധ്യയിൽ ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ തന്റെ ശിഷ്യരുടെ ചിലങ്ക പൂജയ്ക്ക് എത്തിയ ഹെലൻ ആൻഡ്രൂ ശിവനൃത്തവും അവതരിപ്പിച്ചു. നർത്തകരെ അണിയിക്കാനുള്ള ചിലങ്ക തലേദിവസം തന്നെ ശ്രീകോവിലിൽ ഏൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകാലം നൃത്ത അധ്യാപികയായിരുന്ന ഹെലൻ ആൻഡ്രൂ പാലാ കൊടുമ്പിടി സ്വദേശിയാണ്. ഭർത്താവ് ആൻഡ്രൂ കീബോർഡ് ആർട്ടിസ്റ്റുമാണ്. 5 ശിഷ്യർക്കായുള്ള ചിലങ്ക പൂജയാണ് കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്നത്. ഹെലൻ ആൻഡ്രൂവിനെ ക്ഷേത്രം ഭാരവാഹികൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ദേവസ്വം പ്രസിഡന്റ് TN സുകുമാരൻ നായർ, ഭാരവാഹികളായ ചന്ദ്രശേഖരൻ നായർ, PS ശശിധരൻ, തങ്കപ്പൻ നായർ, പ്രസന്നൻ കാട്ടുകുന്നത്ത്, ഗോപകുമാർ അമ്പേട്ട് വടക്കേതിൽ, R ജയചന്ദ്രൻ, ശിവദാസ് തുമ്പയിൽ, R സുനിൽകുമാർ, രാജി അജിത്, രശ്മി അനിൽ, ഡോക്ടർ ലക്ഷ്മി അജിത്, ശ്രീജ സുനിൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു.